യോഗശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവ് പതഞ്ജലി മഹർഷി. പതഞ്ജലി മഹർഷി വിഷ്ണുവിന്റെ അംശാവതാരമായിട്ട് കരുതുന്നുണ്ട്. അംശാവതാരം, പൂർണ്ണാവതാരം. 10 പൂർണ്ണാവതാരങ്ങളാണ്. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, പിന്നെ കൽക്കി വരാൻ പോകുന്നത്. ഈ 10 അവതാരങ്ങളും എവല്യൂഷണറി തിയറിയെ സൂചിപ്പിക്കുകയാണ്. ജലത്തിൽ നിന്ന് ജീവൻ ഉത്ഭവിച്ച് കരയിലേക്ക് വന്ന് മനുഷ്യനായി. പക്ഷെ മനുഷ്യനായതുകൊണ്ട് അവിടെ നിൽക്കുന്നില്ല. ആ മനുഷ്യൻ തന്നെ പല തലത്തിലൂടെ വളർന്ന് അവസാനം വന്നതിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന ഒരവസ്ഥ അതും കൂടി അവിടെ പറയുന്നുണ്ട്. അതേസമയം അംശാവതാരം, പൂർണ്ണമല്ലാത്ത അവതാരങ്ങൾ. എല്ലാ ജീവജാലങ്ങളിലും ചെറിയൊരു അംശം വിഷ്ണു ഉണ്ട്. വിഷ്ണു എന്ന് പറയുന്ന ആ എനർജി അത് തന്നെ വളരെ ഉയർന്ന രീതിയിൽ പ്രകടമാകുമ്പോൾ നമ്മളതിനെ അംശാവതാരം എന്ന് പറയും. ഇതേ പതഞ്ജലി മഹർഷി തന്നെ ആദിശേഷൻ എന്ന സർപ്പത്തിന്റെ പൂർണ്ണാവതാരമായിട്ടും കണക്കാക്കുന്നുണ്ട്. ദർശനങ്ങളെല്ലാം തന്നെ സൂത്ര രൂപത്തിലാണ് എഴുതിയിട്ടുള്ളത്. സൂത്രം എന്ന് പറയുമ്പോൾ അഫോറിസം, വളരെ ചുരുങ്ങിയ പദങ്ങൾ കൊണ്ട് ഒരു വലിയ വിഷയത്തെ പ്രകടിപ്പിക്കുന്നതാണ് സൂത്രരൂപം. സൂത്ര ലിറ്ററേച്ചറിന്റെ ഒരു ഉദ്ദേശം ഒരു ഗുരുവിന് അദ്ദേഹം പഠിപ്പിക്കേണ്ട വിഷയങ്ങൾ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് നോട്ട് പോലെ പ്രിപ്പയർ ആക്കി വെച്ചിരിക്കുകയാണ്. അതേസമയം ആ ചുരുങ്ങിയ നോട്ടിൽ വിശാലമായ അർത്ഥങ്ങൾ ഉൾക്കൊണ്ടിരിക്കും. ചില സൂത്രങ്ങളിൽ 3 വാക്കുകൾ ഉണ്ടാവുള്ളൂ. അതേസമയം വളരെയധികം ആശയങ്ങൾ ഉൾക്കൊണ്ടിരിക്കും ഈ ചെറിയ വാചകങ്ങളിൽ. അപൂർവം ചില യോഗസൂത്രങ്ങൾ 12 വാക്ക് വരെയുണ്ട്. ഒരു ആവറേജ് ഒരു 5 വാക്ക് അല്ലെങ്കിൽ ഒരു 6 വാക്ക് എടുക്കുകയാണെങ്കിൽ 195 യോഗസൂത്രങ്ങളിൽ ഒരു 1000-ൽ താഴെ വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ഇത്രയും വലിയൊരു വിഷയം, വലിയൊരു ആശയം പ്രകടിപ്പിച്ചിട്ടുള്ളത്. യോഗസൂത്രം എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ സൈക്കോളജിയെ കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രതിപാദിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. എൻ്റെ ആത്യന്തിക ലക്ഷ്യം മനസ്സിനെ കുറിച്ച് ഒരു അറിവ് നൽകുക എന്നതല്ല, സമാധി എന്ന് പറയുന്ന മനുഷ്യന്റെ ഏറ്റവും ഉയർന്ന ലക്ഷ്യത്തിലെത്താൻ വേണ്ടി ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് ആണ് യോഗസൂത്ര. അതിന്റെ ഭാഗമായിട്ട്
ഹ്യൂമൻ സൈക്കോളജിയെ കുറിച്ച് വിശദീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഹ്യൂമൻ സൈക്കോളജി എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം വൈദിക ശാസ്ത്രത്തിലില്ല. അതേസമയം എല്ലാ ഗ്രന്ഥങ്ങളും ഹ്യൂമൻ സൈക്കോളജിയെ അടിസ്ഥാനമാക്കിയാണ് രചിച്ചിട്ടുള്ളത്. നാട്യശാസ്ത്രം അഭിനയത്തിനും നൃത്തത്തിനുമൊക്കെ ഒരു അടിസ്ഥാന ഗ്രന്ഥമായി ഉപയോഗിക്കുന്ന, നിലവിൽ ലഭ്യമായതിൽ ഏറ്റവും പഴക്കം ചെന്നൊരു ഗ്രന്ഥമാണ് നാട്യശാസ്ത്രം. അത് മുഴുവൻ സൈക്കോളജിയാണ്. കയ്യെത്തുന്നിടത്ത് കണ്ണെത്തണം, കണ്ണെത്തുന്നിടത്ത് മനസ്സെത്തണം എന്നൊക്കെയുള്ള പ്രയോഗങ്ങളിൽ നിന്ന് ധാരാളം കേട്ടിരിക്കും കലാകാരന്മാരുടെ ഇടയിൽ നിന്ന്. നമ്മുടെ ശരീരം അതുപയോഗിച്ച് ഒരു ആശയം പ്രകടമാക്കുമ്പോൾ നൃത്തത്തിൽ ആ ശരീരത്തിൽ അംഗവിക്ഷേപങ്ങൾ പൂർണ്ണമായും മനസ്സിന്റെ ഇൻവോൾവ്മെന്റോടുകൂടി ഒരു നൃത്തരൂപത്തിൽ പ്രകടിപ്പിക്കുമ്പോൾ ആ മനസ്സുകൊണ്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ആ ബോഡി ലാംഗ്വേജിൽ പ്രകടിപ്പിക്കലാണ് നൃത്തം. അപ്പോൾ മനസ്സിനെ കുറിച്ച് അവിടെ കുറെ പ്രതിപാദിക്കുന്നുണ്ട്. അങ്ങനെ മനസ്സുമായി ബന്ധപ്പെടാതെ ഒരു വിഷയവും വൈദിക ശാസ്ത്രത്തിലില്ല. മനസ്സ് അത്രയും ഒരു വലിയൊരു വിഷയമാണ്. 4 ചാപ്റ്റർ യോഗസൂത്രയിലുണ്ട്. ഈ 4 ചാപ്റ്ററുകളുടെയും പേര് ഓർത്തു വെക്കുന്നത് ആവശ്യമാണ്. ആദ്യ ചാപ്റ്ററിന്റെ പേര് സമാധിപാദം. വേണമെങ്കിൽ എഴുതി വെക്കാം. സമാധിപാദം. 51 യോഗസൂത്രങ്ങൾ അതിലുള്ളത്. രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പേര് സാധനാപാദം. 55 സൂത്രങ്ങളുള്ള സാധനാപാദം. മൂന്നാമത്തെ ചാപ്റ്റർ 56 സൂത്രങ്ങളോടുകൂടി വിഭൂതിപാദം. വിഭൂതിപാദം. നാലാമത്തെ ചാപ്റ്റർ 34 സൂത്രങ്ങളോടുകൂടി കൈവല്യപാദം. എത്ര സൂത്രങ്ങൾ ഓരോന്നിലുണ്ടെന്നുള്ളത് ഓർത്തു വെക്കേണ്ടതില്ല. പക്ഷെ 4 ചാപ്റ്ററുകളുടെ പേര് ഓർത്തു വെക്കുന്നത് നല്ലതാണ്. സമാധിപാദം, സാധനാപാദം, വിഭൂതിപാദം, കൈവല്യപാദം. സാധന ആദ്യത്തെ ചാപ്റ്റർ സമാധിപാദം. എന്താണ് യോഗ എന്ന് വിശദീകരിക്കുന്ന ഭാഗമാണ് സമാധിപാദം. യോഗ എന്താണ്, അതിന്റെ ഡെഫിനിഷൻ എന്താണ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു വിഷയങ്ങൾ. സാധനാപാദത്തിൽ അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ, അതിന്റെ വ്യത്യസ്തമായ ടൂളുകളെ കുറിച്ച്, സാധനയെ കുറിച്ചാണ് പറയുന്നത്, എങ്ങനെ സാധന ചെയ്യണം. മൂന്നാമത്തെ വിഭൂതിപാദം. ഈ യോഗയുടെ പാതയിൽ പോകുമ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന അനുഭൂതികൾ, സിദ്ധികൾ, അത് വിവരിക്കുന്ന ഭാഗമാണ്. കൈവല്യപാദം, മോക്ഷത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന പാദം. അധ യോഗാനുശാസനം. 3 വാക്കുകളോ. അധ, നൗ. യോഗ അനുശാസനം. യോഗയെക്കുറിച്ച് അനുശാസനം വിവരിക്കുന്നു. യോഗസൂത്രം എഴുതുമ്പോൾ, യോഗസൂത്രമല്ല, സൂത്ര ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ പരമാവധി വാക്കുകൾ കുറവായിരിക്കണം. അതേസമയം ആശയസമ്പുഷ്ടമായിരിക്കണം. ഈ 195
സൂത്രങ്ങളോട് കൂടിയ ഈ യോഗസൂത്രയെ കുറിച്ച് അറിവുള്ള ഒരാൾ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് മണിക്കൂറുകൾ സംസാരിച്ചാലും തീരില്ല. അത്രയധികം വിഷയങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒരു വാക്കുകൾക്ക് പല അർത്ഥമുണ്ടായിരിക്കും. ഈ പല അർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോഴും എല്ലാ അർത്ഥങ്ങളും ഉപയോഗിച്ചിട്ടുള്ള ആശയവും ഇവിടെ യോജിച്ചു വരണം. അതും വളരെ നിർബന്ധം. ഏതെങ്കിലും ഒരു അർത്ഥം ഉപയോഗിക്കുമ്പോൾ തെറ്റായ ഒരു മീനിങ് അവിടെ നമുക്ക് കിട്ടാൻ പാടില്ല. അല്പാക്ഷരം, അസന്നിഗ്ധം, സാരവത്, വിശദോമുഖം. അല്പാക്ഷരം കുറച്ചക്ഷരേ പാടുള്ളൂ. അല്പാക്ഷരം, അസന്നിഗ്ധം വ്യക്തമായ അർത്ഥമായിരിക്കണം. സാരവത് വളരെ ഡീപ്പായ മീനിങ്ങോട് കൂടിയ വാക്കുകളാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. വിശദോമുഖം പല അർത്ഥങ്ങൾ അതിന് ഉണ്ടായിരിക്കണം. ഇങ്ങനെ സൂത്ര ലിറ്ററേച്ചറിന് തന്നെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. അതിൽ പറയുന്നത്, ഒരു ഭാഗത്ത് പറയുന്നത്, സൂത്ര ലിറ്ററേച്ചറിനെ കുറിച്ച് പറയുന്നത്, ഒരു വാക്കിന്റെ പകുതി അർദ്ധാക്ഷരം ക എന്ന് പറയുന്നത് ക് എന്നാക്കുമ്പോൾ നമുക്ക് എത്രയാണോ അതിൽ നിന്ന് കളയാൻ സാധിക്കുന്നത് അത്രയും ചെറിയൊരു അർദ്ധാക്ഷരം നമുക്ക് ഒഴിവാക്കാൻ സാധിച്ചാൽ ഒരു കുട്ടി ജനിച്ച സന്തോഷമായിരിക്കും ഇത്ര ഗ്രന്ഥകാരന്. അത്രയും ഇമ്പോർട്ടൻസ് ആണ് ഈ ശബ്ദങ്ങൾ ഒഴിവാക്കുന്നതിന് അല്ലെങ്കിൽ അക്ഷരങ്ങൾ കുറയ്ക്കുന്നതിന് ഗ്രന്ഥകാരന്മാരെ നൽകിയിട്ടുള്ളത്. അങ്ങനെ ഒരു സ്ഥലത്താണ് അധ എന്നുള്ളൊരു വാക്ക് ചേർത്തിരിക്കുന്നത്. നൗ ഇൻസ്ട്രക്ട് യോഗ. നൗ ഐ ഇൻസ്ട്രക്ട് എന്നൊന്നും എഴുതിയിട്ടില്ല, ഐ എന്നൊന്നും അവിടെ ചേർത്തിട്ടില്ല. അത് വളരെ വ്യക്തമാണ്. അധയോഗാനുശാസനം. നൗ ഇൻസ്ട്രക്ട് യോഗ. ഈ ഗ്രന്ഥങ്ങൾ എഴുതുമ്പോൾ അതിന് ചില പ്രത്യേക റൂൾസ് ഉണ്ട്. അതിലൊന്ന് ഒരു മംഗളാചരണത്തോടു കൂടി ആരംഭിക്കണം എന്നാണ്. ഒന്നില്ലെങ്കിൽ ഒരു ദേവതയെ സ്തുതിക്കണം, അല്ലെങ്കിൽ ഗുരുവിനെ സ്മരിക്കണം, ഗുരുക്കന്മാരെ സ്മരിക്കാം. ഹഠയോഗ പ്രദീപികയില് 54 ഗുരുക്കന്മാരുടെ പേരാണ് എഴുതിയിട്ടുള്ളത്. ആദ്യ ഗുരു മുതൽ തൻ്റെ തൊട്ട് മുകളിലുള്ള തൻ്റെ ഗുരുവിനെ വരെ അനുസ്മരിച്ചുകൊണ്ട് ഏതാണ്ട് 54 ഗുരുക്കന്മാരുടെ പേര് പറഞ്ഞിട്ടാണ് ഹഠയോഗ പ്രദീപിക തുടങ്ങുന്നത്. യോഗസൂത്രയിലും അത് പാലിക്കണം. പക്ഷെ അനാവശ്യമായിട്ട് കുറെ വരികൾ എഴുതി 54 പേരൊക്കെ ഉപയോഗിച്ചിട്ട് ഹഠയോഗ പ്രതിഭ എന്ന് പറഞ്ഞാൽ കുറെ ശ്ലോകങ്ങളുടെ അത്രയും വലിപ്പമുണ്ട്. അങ്ങനെ സ്ഥലം കളയാൻ യോഗസൂത്ര ലിറ്ററേച്ചറിന് സാധിക്കില്ല. സൂത്ര ലിറ്ററേച്ചറാണ്. അപ്പൊ അധ എന്ന വാക്ക് ചേർക്കുമ്പോൾ ഓം എന്നൊക്കെ ചേർക്കുന്ന പോലെ ഒരു ഓസ്പീഷ്യസ് സൗണ്ടാണ് അധ. ഒരു മംഗളകരമായ ശബ്ദമാണ് അധ. അതിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട്. അതേസമയം ഇവിടെ അധ കൊണ്ട് ഒരു പ്രത്യേക അർത്ഥം ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും വന്ന് ചുമ്മാ കേട്ട് പഠിച്ചു പോകാനുള്ള ഒരു വിഷയമല്ല. അതിന് ചില പ്രത്യേക യോഗ്യതകൾ വേണം. ആ യോഗ്യത ഉള്ളവർക്ക് മാത്രമാണ് ഈ വിഷയം പഠിക്കാൻ യോഗ്യതയുള്ളത്. അത് ഏത് വിഷയത്തിലും അങ്ങനെയാണല്ലോ. നമുക്കിപ്പോ MBBS പഠിക്കണമെങ്കിൽ സയൻസ്, ബയോളജി ഒരു ഐച്ഛിക വിഷയമായി എടുത്ത്
പാസ്സായവർക്കാണ് MBBS ചേരാൻ സാധിക്കും. മാത്തമാറ്റിക്സും ഫിസിക്സും പഠിച്ചവർക്ക് എഞ്ചിനീയറിംഗിന് ചേരാൻ സാധിക്കും. ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ വേണം. നമ്മളതെല്ലാം നമുക്ക് ഇന്ന ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഫീസൊക്കെ അടച്ച് എല്ലാം റെഡി ആയി കഴിയുമ്പോൾ ഓക്കെ എന്നാൽ ചേർന്നോളൂ എന്ന് പറയുന്നത് പോലെ അധ എന്ന വാക്കുകൊണ്ട് നമുക്കൊരു പ്രീ ക്വാളിഫിക്കേഷൻ വേണം എന്നുള്ളത് വ്യക്തമാണ്. അതെന്താണെന്നുള്ളത് അധ എന്ന് പറയുമ്പോൾ തന്നെ ആ ഗ്രന്ഥകാരൻ വിശദീകരിക്കുന്ന ഒരു അവസരത്തിൽ അത് വിശദീകരിച്ചിരിക്കും. യോഗസൂത്രയിലെ പല അറിവുകളും നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ യോഗസൂത്രയുടെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് മോക്ഷം. ഈ മോക്ഷം ലഭിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച സാധകനാണെങ്കിൽ അവന് മോക്ഷമായിരിക്കണം ലക്ഷ്യം. ഇതൊന്ന് അറിഞ്ഞു കളയാം. ഇപ്പൊ ലോക്ക്ഡൗൺ ആണ്, ബോറടിക്കുന്നുണ്ട്, ഇതൊന്ന് വായിച്ചു കളയാം. ഇന്നലെ എൻ്റെ ഒരു സ്റ്റുഡന്റ് വിളിച്ചു, നമ്മുടെ ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുക്കാൻ സാധിക്കുമോ, ലോക്ക്ഡൗൺ ആണ്, ബോറടിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു 3000 ചില പുസ്തകങ്ങളുണ്ട്. 1000-ഓളം പുസ്തകങ്ങൾ മലയാളത്തിലുണ്ട്, പിന്നെ ഇംഗ്ലീഷിലും 12000 പുസ്തകങ്ങളുണ്ട്. കുറച്ചൊക്കെ സംസ്കൃതം മറ്റു ഭാഷകളിലും ഏതാനും പുസ്തകങ്ങളും കാണാം. പക്ഷെ നമ്മൾ ഇവിടുന്ന് ആർക്കും പുറത്തേക്ക് കൊണ്ടുപോകാൻ കൊടുക്കാറില്ല. അങ്ങനെ കൊണ്ടുപോയാൽ ചില പുസ്തകങ്ങൾക്ക് തിരിച്ചു വരുന്ന ഇഷ്ടമല്ല. അപ്പൊ അത് പിന്നെ ഒരു ശീലമാകും. അപ്പൊ ഈ വ്യക്തി അങ്ങനെ ബോറടിച്ചിട്ട് പറഞ്ഞതല്ല, വളരെ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ബോറടിക്കുമ്പോ പഠിക്കാൻ വേണ്ടിയുള്ളവർക്ക് ഉള്ളതല്ല യോഗസൂത്രം. വൈരാഗ്യം, ക്ഷണികമായ ഈ പ്രപഞ്ചത്തോട്, പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്ന ലൗകികതയോട് വിരക്തി വന്ന വ്യക്തി, സമൂഹത്തോടും കുടുംബത്തോടുള്ള കടമകൾ ഇനി ഒന്നും നിറവേറ്റാനില്ലാത്ത വ്യക്തി, ആത്മസാക്ഷാത്കാരമാണ് ഇനി തൻ്റെ ഏക ലക്ഷ്യമെന്ന് വ്യക്തമായ ഒരു വ്യക്തിക്ക് പറഞ്ഞിട്ടുള്ളതാണ് യോഗസൂത്രയിലെ അറിവ്. അത് നമുക്ക് പല കാര്യങ്ങൾക്കും നമുക്ക് പഠിച്ചുപയോഗിക്കാം. പക്ഷെ ഈ പറഞ്ഞ അവസ്ഥയിലല്ലാത്ത ഒരാള് നേരിട്ട് യോഗസൂത്രയെ സമീപിച്ചാൽ ഉദ്ദേശിച്ച അർത്ഥം ലഭിക്കില്ല. അതാണ് അധ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അധ യോഗാനുശാസനം. യോഗയുടെ അർത്ഥം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. യുജ് എന്ന മൂലപദത്തിൽ നിന്ന് ഒന്നാകുക എന്നർത്ഥം വരുന്ന യുജ് എന്ന പദത്തിൽ നിന്നാണ് യോഗ എന്ന വാക്ക് വന്നുള്ളത്. എന്തോ ഒന്നിൽ കൂടുതലായ വസ്തുക്കൾ ഒന്നാകുന്നതാണ് യോഗ. ജീവാത്മാവും പരമാത്മാവും ഒന്നാകുന്നതാണ് യോഗ. സത്യത്തിൽ ജീവാത്മാവ് എന്ന് പറയുന്നത് പരമാത്മാവ് തന്നെയാണ്. പക്ഷെ നമ്മൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് അത് വേറെന്തോ ഒന്നാണെന്നുള്ളൊരു ധാരണ. ഞാൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്, വൈവിധ്യങ്ങൾ നിറഞ്ഞ ലോകം, ഇതൊക്കെ പരസ്പര വിരുദ്ധമാണ് എന്നുള്ളൊരു തോന്നൽ. അതിൽ നിന്ന് ഞാൻ അഥവാ എൻ്റെ ആത്മാവ് ഈ പ്രപഞ്ചത്തിന്റെ ആത്മാവിൽ നിന്ന് വ്യത്യസ്തമല്ല, അഥവാ ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം ഈ ആത്മാവിൽ മാത്രം കുടികൊള്ളുന്നതാണ്, അതിനപ്പുറത്ത് വേറൊന്നുമില്ല എന്ന് അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ് യോഗം. അധ യോഗ അനുശാസനം. ശാസനം, ശാസന എന്ന് പറഞ്ഞാൽ, നമ്മള് ശാസന എന്ന് പറഞ്ഞാൽ ചീത്ത പറയാ, നിർബന്ധിച്ച് ചെയ്യിക്കുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഉഗ്രശാസനം എന്നൊക്കെയുള്ള വാക്ക് അതിൽ നിന്നാണ് വന്നുള്ളത്. ശാസ്ത്രം എന്ന് പറയുമ്പോൾ അത്ര ഒരു രസമുള്ള വാക്കല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. ശാസനയ്ക്ക് തുല്യമായ ഒരു അറബ് പദമാണ് ഫത്വ.
ആ ഫത്വ എന്ന് കേൾക്കുമ്പോഴും പലരുടെയും ധാരണ അതൊരു അവസാന വാക്കാണ്, അനുസരിച്ചില്ലെങ്കിൽ അതിനുള്ള ശിക്ഷ ലഭിക്കും എന്നുള്ളൊരു അർത്ഥത്തിലാണ് നമ്മൾ പലപ്പോഴും ഇത്തരം വാക്കുകൾ ഉപയോഗിക്കാറുള്ളത്. ശാസന എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ പറയുന്ന വ്യക്തിക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടായിരിക്കും. ഇത് കേൾക്കുന്ന ഒരാള് തന്നെ വിശ്വസിച്ചാണ് ഇത് കേൾക്കുന്നത്, അതിൽ ശുദ്ധമായ വിശ്വാസമുണ്ട്. ശുദ്ധമായ വിശ്വാസം. ആ കേൾക്കുന്ന വ്യക്തി ഇത് പാലിച്ചിരിക്കും, ഇത് പാലിച്ചിരിക്കുന്ന പൂർണ്ണ ബോധ്യമുണ്ട്. അതുപോലെ കേൾക്കുന്ന വ്യക്തി അദ്ദേഹത്തിനും വ്യക്തമാണ് ഈ പറയുന്ന ഗുരു അറിവിന്റെ നിറകുടമാണ്, അദ്ദേഹം പറയുന്നത് തനിക്ക് വളരെ യോജിച്ച കാര്യങ്ങളാണ്. ഇത്ര പൂർണ്ണ ബോധ്യത്തോടായിരിക്കും ശിഷ്യനിരിക്കുന്നത്. അപ്പൊ അതില് നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല. ശാസനം റിക്വസ്റ്റ് അല്ല, നീ ഇത് ഫോളോ ചെയ്യൂ, റിക്വസ്റ്റ് അല്ല. വളരെ കൃത്യമായി ഗുരുവും ശിഷ്യനും പരസ്പര വിശ്വാസത്തോടെ ശിഷ്യന്റെ വളരെ ഡീപ്പായിട്ടുള്ള ആഗ്രഹത്തോടു കൂടി ഇരിക്കുമ്പോൾ ഗുരുവിന് യാതൊരു സംശയമില്ലാത്ത ഒരു വിഷയം ഷെയർ ചെയ്യുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ നിങ്ങളുടെ ഓഡിയോ കട്ടായി, അപ്പൊ ചിലപ്പോൾ നിങ്ങൾ വിളിക്കും, അയ്യോ കേൾക്കുന്നില്ലല്ലോ. ചിലപ്പോൾ ലോയി ആയിരിക്കും വിളിക്കുക. അപ്പൊ ലോയി പറയുക, അവിടെ റൈറ്റ് സൈഡിൽ 3 ഡോട്ട് കണ്ടോ, അതിലൊന്ന് ക്ലിക്ക് ചെയ്തു. അപ്പൊ അവിടെ ഇന്നത് കണ്ടോ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യൂ. അപ്പൊ പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും അതൊരു റിക്വസ്റ്റ് അല്ല, അതൊരു ഓർഡർ അല്ല, അത് വളരെ ഈസി ആയിട്ട് ഷെയർ ചെയ്യുന്ന ഒരു വിഷയം. അതാണ് ശാസനം. ശാസനാത്രായത ഇത് ശാസ്ത്രം. ശാസ്ത്രത്തിന്റെ ഒരു ഡെഫിനിഷൻ അതാണ്. വാട്ട് സേവ് അസ് ത്രൂ ശാസന, ദാറ്റ് ഈസ് ശാസ്ത്രം. അതായത് നമുക്ക് ഗുണപ്രദമല്ലാത്തൊരു കാര്യം അതൊരു എക്സിസ്റ്റിംഗ് ഫാക്റ്റ് ആണെങ്കിൽ പോലും അതവിടെ പറയേണ്ടതില്ല ശാസ്ത്രത്തിൽ. അതേസമയം മോഡേൺ സയൻസിൽ അങ്ങനെയല്ല. നമുക്ക് ദോഷം വരുന്ന ഒരു കാര്യമാണെങ്കിലും ട്രൂത്ത് ആണെങ്കിൽ അത് പറഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് വെസ്റ്റിലൊക്കെ അവിടുത്തെ എത്തിക്സ് പ്രകാരം ഒരു വ്യക്തിക്ക് ഒരു ക്യാൻസർ വന്നാൽ ആ ക്യാൻസർ പേഷ്യന്റിനോട് പറഞ്ഞിരിക്കണം. ചിലപ്പോൾ അത് കേട്ടാൽ ഹാർട്ട് അറ്റാക്ക് ഒന്നും മരിക്കാൻ സാധ്യതയുള്ള ഒരു പേഷ്യന്റ് ആയിരിക്കും, പക്ഷെ അത് പറഞ്ഞിരിക്കണം, പേഷ്യന്റിനെ അറിയിച്ചിരിക്കണം. എന്നാൽ ഭാരതത്തിലെ എത്തിക്സില് ധാർമ്മികമായിട്ട് നിയമപരമായിട്ട് എന്ന് പറഞ്ഞാൽ പറഞ്ഞിരിക്കണം എന്നൊക്കെ തന്നെയാണ് ഭാരതത്തിലും. പക്ഷെ പലപ്പോഴും വളരെ അവശനായ ദുർബലനായ ഒരു വ്യക്തിയാണെങ്കിൽ, ക്രിട്ടിക്കലായ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടർ പറഞ്ഞിരിക്കണം എന്നില്ല, വേണ്ടപ്പെട്ട ബന്ധുക്കളോട് പറയും. അപ്പൊ നമുക്ക് ദോഷം വരാവുന്ന കാര്യങ്ങൾ സത്യമാണെങ്കിലും മറച്ചു വയ്ക്കാം. അപ്പൊ ശാസന, അപ്പോ ഞാൻ യോഗ ശാസിക്കാമെന്ന് പറഞ്ഞാൽ പോരെ. എന്തിനാ അനുശാസന എന്ന് പറഞ്ഞ അനാവശ്യമായിട്ടൊരു രണ്ട് അക്ഷരം അതിൽ ചേർത്തിട്ടുണ്ട്. അനുശാസനം, യോഗ അനുശാസനം. അവിടെ പതഞ്ജലി ഒരു കാര്യം കൂടി വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് ഞാൻ എവിടുന്നെങ്കിലും കണ്ടുപിടിച്ചതല്ല. ഞാൻ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോ ദൈവം വന്നിട്ട് എനിക്ക് വെളിപാട് തന്ന് ഇതാണ് സത്യം, ബാക്കിയെല്ലാം തെറ്റാണ് എന്ന് പറഞ്ഞ് ഒരു ദിവസം പെട്ടെന്നൊരു വെളിപാടിൽ നിന്ന് തനിക്ക് കിട്ടിയതോ, താൻ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ഇനി പാറ്റന്റ് തനിക്ക് തന്നെ കിട്ടണം എന്നുള്ളൊരു അർത്ഥമൊന്നും അവിടെ വരാതിരിക്കാൻ വേണ്ടി അനുശാസനം, ഇൻസ്ട്രക്ട്, ഞാൻ വീണ്ടും ഇൻസ്ട്രക്ട് ചെയ്യുന്നു. എന്തുകൊണ്ട്? ഇവിടെ ഉണ്ടായിരുന്ന അറിവാണ്, പക്ഷെ അത് വേണ്ട രീതിയിൽ മനസ്സിലാക്കാതെയോ അതിന് വേണ്ട രീതിയിൽ വ്യാഖ്യാനമോ എഡ്യൂക്കേഷനോ കിട്ടാതെയോ ഒരു തെറ്റായ അവസ്ഥയിൽ ഈ അറിവ് കിടക്കുമ്പോൾ അത് വീണ്ടും ഒന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇൻസ്ട്രക്ട് ചെയ്യുന്നു. യോഗ അനുശാസനം, അധയോഗാനുശാസനം,
നമുക്ക് ആകെപ്പാടെ അരമണിക്കൂർ കൊണ്ട് പറയേണ്ട കാര്യങ്ങൾ ഇതിലും വിശദമായി പറഞ്ഞാൽ മുന്നോട്ട് പോകില്ല. പക്ഷെ അറിവുള്ളവർ സമയമുണ്ടെങ്കിൽ 2-3 മണിക്കൂറൊക്കെ ഈ സൂത്രത്തുമ ചെലവഴിക്കും. അധ എന്ന വാക്കിന്റെ പലതര അർത്ഥങ്ങളും. അധ യോഗാനുശാസനം. നൗ ഇൻസ്ട്രക്ട്, റീഇൻസ്ട്രക്ട് യോഗ. അതാണ് ആദ്യത്തെ സൂത്രം. രണ്ടാമത്തെ സൂത്രം, സൂത്രം എന്ന് വെച്ചാൽ അതിനർത്ഥം ചരടുന്നാണ് കേട്ടോ. അതായത് ക്ലാസ് എടുക്കുന്ന ആൾക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ തട്ടിമുട്ടി പോകാനുള്ള സൂത്രം ഒന്നല്ല, ചരട്. സൂത്ര ലിറ്ററേച്ചറിൽ ഒരു ചരടിൽ എങ്ങനെയാണോ മുത്തുമണികൾ കോർത്തൊരു മാല ഉണ്ടാക്കുന്നത്, എങ്ങനെയാണോ ഒരു മുത്ത് മറ്റേ ഒരു മുത്തുമായിട്ടും ഒരു കേന്ദ്ര വിഷയവും കണക്ട് ചെയ്തിരിക്കുന്നു, ഒരു നൂല് എങ്ങനെയാണോ കണക്ട് ചെയ്തിരിക്കുന്നത് പരസ്പരം മുത്തുകളെ, അതുപോലെ ഓരോ യോഗസൂത്രത്തിലെയും ഓരോ സൂത്രങ്ങളും അടുത്ത സൂത്രവുമായി ഒരു പ്രത്യേക രീതിയിൽ ഘടനയിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. വളരെ ചുരുങ്ങിയ വാക്കുകൾ, അക്ഷരങ്ങൾ ഉപയോഗിച്ച് ഒരു പവിഴ മുത്ത് പോലെ പ്രഷ്യസ് ആയിട്ടുള്ള ഓരോ വിഷയങ്ങളാണ് ഓരോ സൂത്രങ്ങൾ. അത് പരസ്പരം കണക്ട് ചെയ്ത് കിടക്കുക. രണ്ടാമത്തെ സൂത്രം എന്താണ്? യോഗ ചിത്തവൃത്തി നിരോധ. നിങ്ങളൊരു യോഗസൂത്ര പുസ്തകം എന്തായാലും വാങ്ങിയിരിക്കണം. ഏറ്റവും ലളിതമായ പുസ്തകം എന്ന് പറയുന്നത്, എളുപ്പത്തിൽ കിട്ടാവുന്നത്, രാമകൃഷ്ണാശ്രമത്തിൽ ചെന്നിട്ടുണ്ടെങ്കിൽ 30 രൂപയ്ക്ക് ചെറിയ ഒരു ഇന്റർപ്രിട്ടേഷനോട് കൂടിയിട്ടുള്ള ഒരു ചെറിയൊരു പുസ്തകം കിട്ടും. ചുരുങ്ങിയത് അതെങ്കിലും വാങ്ങിയിരിക്കണം നിങ്ങൾ. അതല്ലെങ്കിൽ ഇന്റർനെറ്റിൽ തട്ടും. നിങ്ങളുടെ സിലബസിൽ തന്നിട്ടുണ്ട്, ഞാൻ ഈ പറഞ്ഞ അതേ പുസ്തകം നിങ്ങൾക്ക് നിങ്ങളുടെ ലിങ്കിൽ പോയാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പൊ ഇനി മറക്കണ്ട, അത് ഇന്ന് തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. അപ്പൊ സൂത്രങ്ങൾ നിങ്ങൾ ഇപ്പൊ എഴുതിയെടുക്കണമെന്നില്ല, ഓർത്ത് വെച്ചാൽ മതി. ആ പുസ്തകം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം, PDF ഫോമിലുണ്ട്. എല്ലാവർക്കും ആ ലിങ്കിൽ പോയി ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ അത് ഫോർവേഡ് ചെയ്ത് തരാം. യോഗ ചിത്തവൃത്തി നിരോധ. വീണ്ടും 3 വാക്കുകളുള്ള യോഗ ചിത്തവൃത്തി, അത് രണ്ടാമത്തെ വാക്ക് നിരോധ. യോഗ എന്നാൽ ചിത്തവൃത്തികളുടെ നിരോധനമാണ്. യോഗ ഈസ് റിസ്ട്രെയിനിങ് ദ മെന്റൽ മോഡിഫിക്കേഷൻ. മെന്റൽ മോഡിഫിക്കേഷൻ, മനസ്സ് പല മോഡിഫിക്കേഷനിലൂടെ കടന്നു പോവുകയാണ്. അങ്ങനെ കടന്നു പോകുമ്പോഴേ നമുക്ക് അതിനെ മൈൻഡ് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. ഈ മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ലളിതമായിട്ട് വേണമെങ്കിൽ ചിന്തകൾ എന്ന് പറയാം. മെന്റൽ മോഡിഫിക്കേഷനുകളുടെ നിരോധനമാണ് യോഗ. യോഗ ഈസ് റിസ്ട്രെയിനിങ് ദ മെന്റൽ മോഡിഫിക്കേഷൻ. അതായത് മനസ്സിനെ നിർത്തുക, നിശ്ചലമാക്കുക, ചിന്തകൾ ഇല്ലാതാക്കുക. മനസ്സിന്റെ ചിന്തകളെ കടിഞ്ഞാണിട്ട് നിശ്ചലമാക്കുന്നതാണ് യോഗ. അധ യോഗാനുശാസനം യോഗശ്ചിത്തവൃത്തി നിരോധ. അങ്ങനെ നിരോധനം നടത്തുമ്പോൾ, when we restrain the mental modification, what happens? തഥാ ദ്രഷ്ടു സ്വരൂപേ അവസ്ഥാനം. ആ സമയത്ത് ദ്രഷ്ടു, ആരാണ് ദ്രഷ്ടു? കാഴ്ചക്കാരൻ. സീർ, കാണുന്നവൻ, അനുഭവിക്കുന്നവൻ. The seer abide in his real nature. ആ സമയത്ത് തഥാ, at that stage, which stage? When we restrain the mental modification, drashtu, the seer, സ്വരൂപേ അവസ്ഥാനം, അവന്റെ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു.
The seer obeyed in his real nature. നമ്മുടെ മെന്റൽ മോഡിഫിക്കേഷൻ നമ്മൾ നിയന്ത്രിക്കുമ്പോൾ നമ്മൾ ആ ശ്രമം നടത്തുന്ന വ്യക്തി, the seer, the അനുഭവസ്ഥൻ, he obeyed, remained in his real nature. അവന്റെ യഥാർത്ഥ അസ്തിത്വം എന്താണോ ആ അവസ്ഥയിലേക്ക് അവൻ എത്തുന്നു. നമ്മുടെ മനസ്സിലെ ചിന്തകളെ കടിഞ്ഞാണിട്ടില്ലാതാക്കുമ്പോൾ അവൻ അവന്റെ യഥാർത്ഥ സ്വരൂപത്തിലേക്ക് വരുന്നു. അതാണ് യോഗ എന്ന് പറയുന്ന അവസ്ഥ. അപ്പൊ അല്ലാത്ത സമയത്ത് എന്തായിരിക്കും എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും വരും. വൃത്തി സാരൂപ്യമിതരത്ര, അതർ ടൈംസ്, യോഗ എന്ന അവസ്ഥയിലല്ലാത്ത സമയങ്ങളിൽ വൃത്തി സാരൂപ്യമിതരത്ര, he remained identified with the thought waves in the mind. നമ്മുടെ മനസ്സിലുള്ള മെന്റൽ മോഡിഫിക്കേഷൻ അഥവാ തോട്ട്, we identify ourselves with the thoughts in the mind. മനസ്സിലെ ചിന്തകൾ എന്താണോ അതുമായിട്ട് നമ്മൾ താദാത്മ്യം പ്രാപിക്കുന്നു. നമ്മുടെ ചിന്തകളുടെ ക്വാളിറ്റി നമുക്ക് ലഭിക്കുന്നു. We are getting the quality of our thoughts. എൻ്റെ ഒരു അഭിപ്രായം, ഈ കോഴ്സ് കഴിഞ്ഞാൽ ഈ യോഗസൂത്രയിലെ ഒരു 10-15 സൂത്രങ്ങളെ കുറിച്ച് നമുക്കൊരു ക്ലാസ് വെക്കണം. ചുരുങ്ങിയത് ഒരു 10 മണിക്കൂറെങ്കിലും എടുക്കുന്നൊരു ക്ലാസ്. ജസ്റ്റ് യോഗസൂത്രം എന്താണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ്. അപ്പൊ പിന്നെ എന്തുട്ടാ ഇപ്പൊ ഇവിടെ ചെയ്യുന്നത്? ഇൻട്രൊഡക്ഷൻ ടു ഇൻട്രൊഡക്ഷൻ. കാരണം ഇത് പറഞ്ഞു വരുമ്പോ എനിക്ക് ചുരുക്കി പറഞ്ഞു പോകാൻ ഭയങ്കര മടിയുണ്ട്. എത്രയോ വില പിടിച്ച അറിവുകളാണ് നമ്മൾ സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. പക്ഷെ നിങ്ങൾ ഇത് കേൾക്കുമ്പോഴായിരിക്കും ഇനി അറിയണം എന്നുള്ള താല്പര്യം വരാം. വൃത്തി സാരൂപ്യം ഇതരത്ര, we identify ourselves with the thought modification. We are what we think. നമ്മൾ ചിന്തിക്കുന്ന എന്താണോ അതാണ് നമ്മൾ. നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ദുഷിച്ചത് പറയുമ്പോൾ, പൊട്ട കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ആ ക്വാളിറ്റിയാണ് കിട്ടുന്നത്. ഇന്ന് ബുദ്ധിജീവികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു നെഗറ്റീവായ ടൈമിലല്ല ആ ബുദ്ധിജീവികൾ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആധുനിക ലോകത്തിൽ ഇന്റലക്ച്വലായ വ്യക്തികൾ, ബുദ്ധിയുള്ള വ്യക്തികൾ നിർഭാഗ്യവശാൽ വേണ്ട രീതിയിലുള്ള ട്രെയിനിങ് കിട്ടാത്തത് കൊണ്ട് അവർ ഇങ്ങനെ അനലൈസ് ചെയ്ത് വരുമ്പോൾ ലോകത്ത് എപ്പോഴും ഇൻജസ്റ്റിസ് ആണ് നടക്കുന്നതായിട്ട് കാണുന്നത്. അപ്പൊ അവർക്കൊരു സതുദ്ദേശമുള്ള വ്യക്തികളായതുകൊണ്ട് they always want to solve the injustice in the world. But the problem, even though we are intelligent people in modern time, we are also very emotional. That is how our new modern education going on. It focuses on increasing the IQ, but it doesn't work. It doesn't take any effort to develop our EQ, emotional quotient. നമുക്ക് പുതിയ തലമുറയിലെ കുട്ടികളൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, they are very intelligent. They know so many things happening in different part of world, but they are emotionally very weak. They get upset very easily. A lot of conflict in the mind. They are very good in their nature. They have humanitarian qualities. They want to do good things. They want the peace and happiness of the society, but they are actually confused and stressed. They are not able to help the humankind.
It gives anxiety, stress, distress. Because our education system is not doing anything to deal with our emotional quotient. So when we identify with our thoughts, and if you have always negative thoughts, പൊളിറ്റിക്സ് എടുക്കുകയാണെങ്കിൽ പ്രതിപക്ഷത്തിന് ഏത് സമയവും ഭരണപക്ഷത്തെ കുറ്റം പറയാനേ സമയമുള്ളൂ. ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തെ കുറ്റം പറയാനേ സമയമുള്ളൂ. മീഡിയ എടുക്കുകയാണെങ്കിലോ നാട്ടിലെ പ്രശ്നങ്ങൾ മാത്രമേ പറയാൻ സമയമുള്ളൂ. നാട്ടില് നല്ല കാര്യങ്ങൾ നടക്കുന്നില്ലേ? ഫണ്ടമെന്റലിസ്റ്റുകൾ എല്ലാ മതത്തിലുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ട്. അവര് മാത്രമേ ഉള്ളൂ? ഭൂരിപക്ഷം നല്ല മനുഷ്യരാ ലോകത്ത്. പക്ഷെ ഒരു സദ്യ നശിപ്പിക്കാൻ ഒരു കല്ല് മതി എന്ന പോലെ നമ്മൾ സദ്യയിൽ ഒരു കല്ല് കടിച്ചാൽ പിന്നെ ആ സദ്യക്ക് മൊത്തം നമ്മൾ പഴി പറയും. അതിൽ സാമ്പാർ നന്നായി, പായസം നന്നായി, ഒരു സദ്യ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പറയാ അതിലെ പൊട്ട കാര്യങ്ങളായിരിക്കും. അങ്ങനെ നമ്മുടെ മനസ്സ് ദുഷിച്ചു പോകാണ്. നമ്മൾ വി ഐഡന്റിഫൈ വിത്ത് നെഗറ്റീവ് തോട്ട്സ്. നമ്മൾ ഒരാളെ പൊട്ട വാക്ക് ഉപയോഗിക്കുമ്പോൾ ആ പൊട്ട വാക്ക് പുറത്തേക്ക് വരുന്നതിനെ പറയുക വൈഖരി എന്നാണ്. ഈ വൈഖരിക്ക് മുമ്പ് 3 സ്റ്റേജുകൾ കൂടി ഉണ്ട്. ലളിത സഹസ്രനാമത്തില് ഒരു ഭാഗത്തുണ്ട്. ആ ഭാഗം ഈ 4 സ്റ്റേജുകളെ പറ്റി പറയുന്നുണ്ട്. എനിക്ക് പെട്ടെന്ന് പേര് ഓർമ്മ വരുന്നില്ല. നമ്മൾ ആദ്യം അതൊരു അനുഭവമായിട്ട് നമ്മൾ ആത്മാവിനോട് ചേർന്ന് കിടക്കുന്ന മനസ്സിലൊരു അനുഭവമായി വരണം, ഒരു ഫീലിംഗ് ആയി വരണം. എനിക്കൊരാളെ പൊട്ട വാക്ക് ഉപയോഗിക്കണമെങ്കിൽ ആ പൊട്ട വാക്കിന്റെ ഞാൻ ഉദ്ദേശിക്കുന്ന അർത്ഥം ആദ്യം എനിക്കൊരു ഫീലിംഗ് ആയി വരണം. Then it become a thought. Then we murmur that sound. Then we pronounce that sound. സോ ആ ഒരു പൊട്ട അനുഭവം മനസ്സിന്റെ തലത്തിൽ ഉണ്ടായതിനു ശേഷമാണ് നമ്മളത് പുറത്തേക്ക് പറയുന്നത്. ദാറ്റ് മീൻസ് വി ഓൾറെഡി ഐഡന്റിഫൈ വിത്ത് ദാറ്റ് നെഗറ്റീവ് തോട്ട്. അതുകൊണ്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് പരമാവധി പോസിറ്റീവ് ടേംസ് ഉപയോഗിച്ചിട്ടാണ് കൗൺസിലിംഗ് കൊടുക്കുന്നത്. പൊട്ട ടേംസ് കൃഷ്ണൻ ഉപയോഗിച്ചാൽ കൃഷ്ണൻ അത് ബാധിക്കാൻ പോകുന്നില്ല. കാരണം കൃഷ്ണൻ ഈസ് നോട്ട് നോർമൽ ഹ്യൂമൻ ബീയിങ്, ബട്ട് ഇറ്റ് എഫക്ട് അർജുന. അപ്പോ കൃഷ്ണൻ അർജുനനെ ഉപദേശിക്കുമ്പോൾ അർജുനൻ മണ്ടത്തരങ്ങൾ പറയുമ്പോൾ എടാ മണ്ട എന്നല്ല നേരിട്ട് വിളിക്കുന്നത്, പോസിറ്റീവായ ടൈം ഉപയോഗിക്കും. ക്ഷമ കെട്ടു നിൽക്കുന്ന അർജുനനെ നോക്കിയിട്ട് എന്ത് വിളിക്കും? കൗന്ദേയ, കുന്തിയുടെ മകനെ. കുന്തിയുടെ മകനെ എന്ന് വിളിക്കുമ്പോഴേക്കും കുന്തി ക്ഷമയ്ക്ക് വളരെ പേര് കേട്ട ആളാണ്. അപ്പൊ തന്നെ ആ കുന്തിയെ കുറിച്ചുള്ള ക്ഷമയെ കുറിച്ചുള്ള ചിന്ത വരുമ്പോൾ പോസിറ്റീവായി മാറും. വളരെ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ളൊരു ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ് പോസിറ്റീവ് ടൈംസ് ഉപയോഗിച്ച് സംസാരിക്കുക എന്നുള്ളത്. അർജുനൻ വലിയ ഫിലോസഫി പറയണ മുഴുവൻ മണ്ടത്തരാണ്. അതിലുള്ള വിഷയം വളരെ ഗഹനമായുള്ള വിഷയമാണെങ്കിലും അത് ഉപയോഗിക്കേണ്ട സ്ഥലത്തല്ല അത് ഉപയോഗിക്കുന്നത്. അപ്പൊ ശുദ്ധ മണ്ടത്തരാണ് അവിടെ പറയുന്നത്, ആ സന്ദർഭത്തിൽ അത് മണ്ടത്തരാണ്. അപ്പോ സാധാരണ ഇതിൽ എടാ മണ്ട, നീ എന്തൊക്കെ മണ്ടത്തരാണ് പറയണേന്നാണ് നമ്മൾ പറയേണ്ടത്. എടാ വിഡ്ഢി എന്നൊക്കെ വിളിക്കേണ്ടത്. അതിന് പകരം കൃഷ്ണൻ പറയുന്ന അങ്ങനെയല്ല. അർജുന, അർജുന എന്നല്ല അവിടെ ഉപയോഗിക്കുന്നത്, അവിടെ പാർത്ഥ എന്നോ മറ്റാണ്. പാർത്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂമിയുടെ അധിപൻ. പണ്ഡിതന്മാർ എന്തിനെ കുറിച്ചാണോ ദുഃഖിക്കാത്തത്, നീ പണ്ഡിതനെ പോലെ സംസാരിക്കുന്നു. അതേസമയം പണ്ഡിതന്മാർ എന്തിനെ കുറിച്ചാണോ ദുഃഖിക്കാതിരിക്കുക അതിനെ കുറിച്ചോർത്ത് നീ ദുഃഖിക്കുന്നു. പണ്ഡിതന്മാർ സംസാരിക്കുന്ന പോലെ നീ സംസാരിക്കുന്നു. അപ്പൊ നമ്മുടെ മനസ്സിൽ ഒരു പണ്ഡിതന്റെ രൂപം, ആ ഒരു ഫീലിംഗാ വരുന്നത്.
എന്നാൽ പണ്ഡിതന്മാർ എന്തിനെ കുറിച്ച് ദുഃഖിക്കുകയില്ലയോ? അപ്പോഴും നമ്മുടെ മനസ്സിൽ വീണ്ടും ഒരു പണ്ഡിതൻ ആകെ ഡിസ്ട്രസ്ഡ് ആയ ഒരു സിറ്റുവേഷനിൽ പണ്ഡിതൻ ഡിസ്ട്രസ് ആവാതെ നിൽക്കുന്നു. അങ്ങനെ അങ്ങനെ കുറെ പോസിറ്റീവ് ടേംസ് ഉപയോഗിച്ചുകൊണ്ട് ഉപദേശിക്കുകയാണ്. വി ആർ വാട്ട് വി തിങ്ക് എന്നതിനുള്ള ആ ഒരു സയൻസിന്റെ ഒരു അപ്ലിക്കേഷനാണ് അവിടെ ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ അർജുനനെ പല പേരുകൾ ഇട്ടാ വിളിക്കുന്നത്. ഒക്കെ പോസിറ്റീവ് ടേംസാ. തന്റെ കരുത്തിൽ കോൺഫിഡൻസ് ഇല്ലാതെ വരുമ്പോൾ അർജുനനെ വിളിക്കുന്നത് മഹാബാഹു എന്നാണ്, നീണ്ട കൈയുള്ളവനെ. ഒരു രാജ്യത്തിന്റെ യുദ്ധ ആയുധങ്ങൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ദൂരത്തേക്ക് അയക്കാവുന്ന മിസൈൽ ഉണ്ടെങ്കിൽ അവൻ സ്ട്രോങ് ആണ്. പഴയ കാലത്ത് ഏറ്റവും കൂടുതൽ ദൂരത്തേക്ക് അയക്കാൻ സാധിക്കുന്ന ഒരു വെപ്പൺ എന്താണ്? അമ്പും വില്ലുമാണ്. ഗദ തൊട്ടടുത്തുള്ള ആളെ അറ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഏറ്റവും കൂടുതൽ ദൂരേക്ക് പോകുന്ന ആയുധം അമ്പും വില്ലുമാണ്. ബോ ആൻഡ് ആരോ. ഇവിടെ ബോ ആൻഡ് ആരോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അകലേക്ക് വിടാവുന്ന അയക്കാവുന്ന ഒരു ആയുധം എന്നാണ് നമ്മൾ എടുക്കേണ്ടത്. അല്ല, ആധുനിക കാലത്ത് അമ്പും വില്ലും ഉപയോഗിച്ചിട്ടൊന്നും യുദ്ധം ചെയ്യാൻ പറ്റില്ല. അപ്പോ അമ്പും വില്ലും ഉപയോഗിക്കണമെങ്കിൽ കൂടുതൽ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കണം, നീണ്ട കൈ വേണം. അപ്പോഴേ നമുക്ക് ആ ബോ നമുക്ക് കൂടുതൽ ടൈറ്റ് ആയിട്ട് അതിന്റെ ആ ടമ്പർ കൂട്ടാൻ സാധിക്കുള്ളൂ. മഹാബാഹോ, ഓ ഇത്രയും നീണ്ട കൈയുള്ളവൻ നീ എന്തിനാണ് ഭയക്കുന്നത് എന്ന് ഉള്ള അർത്ഥത്തിലാണ് മഹാബാഹു എന്ന് വിളിക്കുന്നത്. താനൊരു ക്ഷത്രിയനാണെന്നും തനിക്ക് മറ്റുള്ളവരുടെ അധീശത്വമുണ്ടെന്നും ബോധ്യം വരുത്താൻ വേണ്ടി എന്ത് വിളിക്കും? പാർത്ഥ. ക്ഷമ കെട്ട രീതിയിൽ അർജുനൻ നിൽക്കുമ്പോൾ എന്ത് വിളിക്കും? കൗന്ദേയ. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളാണ്. ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് കൂട്ടുകാരൊന്നും ഉണ്ടായില്ല. ഞാനൊരു ഏകനായിരുന്നു. എന്റെ പ്രായത്തിലുള്ളവർ എന്റെ അയൽവക്കത്തൊന്നും ഇല്ല. എന്റെ മുതിർന്നത് 3-4 ചേച്ചിമാരാണ്. അവര് അവരേതായ കളികളായിട്ട് പോകും. ചേട്ടൻ എന്നെക്കാൾ ഒരു 6 വയസ്സ് മൂത്തതാണ്. അപ്പൊ എനിക്ക് ആകെ ബോറടിക്കും. അപ്പൊ എന്റെ വീടിന്റെ മുന്നിൽ ചെറിയൊരു പാടം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ ചെന്ന് ചൂണ്ടിടാൻ എനിക്ക് ആഗ്രഹം. മറ്റു കുട്ടികളൊക്കെ ചൂണ്ടിടും. പക്ഷെ എൻ്റെ അച്ഛൻ ചൂണ്ടിടാൻ സമ്മതിക്കില്ല. ആ ചൂണ്ട കണ്ണി കൊള്ളുന്നൊക്കെ പറയും. അപ്പൊ എവിടുന്നെങ്കിലും ഒക്കെ ഒരു ചൂണ്ടക്കുളത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ വല്ല നൂലോ ടാങ്കീസോ ഒക്കെ സംഘടിപ്പിച്ച് ഞാൻ ഉച്ച സമയത്ത് ചെന്നിരുന്ന് ചൂണ്ടിടും. ഉച്ച കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വീട്ടുകാർ ഉറങ്ങുമ്പോ ആരും കാണില്ലല്ലോ. അങ്ങനെ ചൂണ്ടിട്ടുകൊണ്ടിരിക്കുമ്പോ ആരെങ്കിലും ആ വഴി കൂടെ ഇടവഴി കൂടെ നടന്നു. ഒരു ഇടവഴിയുടെ അപ്പുറത്തും ഇപ്പുറത്താണ് ഈ പാടം എൻ്റെ വീട്. അപ്പൊ അവരിങ്ങനെ നടന്നു പോകുമ്പോ ഞാൻ ഒന്നറിയാത്ത പോലെ ഇങ്ങനെ നിൽക്കും. ചൂണ്ടൊക്കെ താഴെയിട്ട് ഒന്നും അറിയാത്ത പോലെ നിൽക്കും. പരിചയമുള്ളവരൊന്നും ആയിരിക്കണമെന്നില്ല, എനിക്ക് പരിചയമില്ല, പക്ഷെ അവർക്ക് തന്നെ പരിചയം ഉണ്ടായിരുന്നു. ചിലപ്പോ ചൂണ്ടയിട്ട് നിൽക്കുന്ന കാണുമ്പോ അവരിങ്ങനെ തിരിഞ്ഞിട്ട് ഒരൊറ്റ ചോദ്യം, ഏയ് ഇന്നാളുടെ മകനല്ലേ, നീ എന്താ ചൂണ്ടിടണേന്ന്? ഇന്നാളുടെ മകന് ചൂണ്ടിടാൻ പാടില്ല എന്നുണ്ടോ? പക്ഷെ ആ ചോദ്യം ഇന്നാളുടെ മകനല്ലേ, എൻ്റെ അച്ഛൻ അറിയപ്പെടുന്ന ഒരു ഇനീഷ്യലായിരുന്നു. ആ പേര് മുഴുവനൊന്നും പറയണ്ട, ആ ഇനീഷ്യൽ പറഞ്ഞ ആൾക്കാർ അറിയുള്ളൂ. ഇന്നാളുടെ മകനല്ലേ എന്ന് ചോദിക്കുമ്പോ അറിയാതെ ഒന്ന് ചൂളിപ്പോകും. അപ്പോ ഒരു ഓർമ്മപ്പെടുത്തൽ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചാണ്. അത് നല്ലൊരു ടൈം ആണെങ്കിലോ നമ്മൾ പോസിറ്റീവായി ഫീൽ ചെയ്യും, പൊട്ട ടൈം ആണെങ്കിലോ നെഗറ്റീവായി ഫീൽ ചെയ്യും. അപ്പൊ കുന്തിയുടെ പുത്ര എന്ന് വിളിക്കുമ്പോൾ, കൗന്ദേയ, ഇത്രയും ക്ഷമയ്ക്ക് പേര് കേട്ട കുന്തിയുടെ പുത്ര എന്ന് വിളിക്കുമ്പോൾ വളരെ ഭയങ്കര ഒരു എഫക്റ്റീവായുള്ള ഒരു അപ്രോച്ചാണ് പോസിറ്റീവ് ടൈംസ്. ഇത്രയൊക്കെ പറഞ്ഞത് പറയാൻ ഉദ്ദേശിച്ചിരുന്നില്ല, സമയമില്ല, പക്ഷെ പറഞ്ഞു പോയതാണ്. വി ആർ വാട്ട് വി തിങ്ക്. നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ നമ്മുടെ പേഴ്സണാലിറ്റിയാണ്. അപ്പോ ആ സൂത്രം എന്താ പറയുന്നത്? വൃത്തി സാരൂപ്യം എന്തിരത്ര. അതർ ടൈംസ് വെൻ വി ആർ നോട്ട് റിസ്ട്രെയിനിങ് അവർ മെന്റൽ മോഡിഫിക്കേഷൻ ആൻഡ് കൺട്രോളിങ് അവർ തോട്ട് വേവ്സ്, we identify ourselves with the thought waves in the mind. നമ്മുടെ മനസ്സിലുള്ള ചിന്തകളുമായി ഐഡന്റിഫൈ ചെയ്യും. എന്നാ പിന്നെ ഒരു പോസിറ്റീവ് ചിന്ത പോരെ. പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിങ്ങനെ
ചഞ്ചലമാണ്. പുറം ലോകത്ത് വ്യാപരിക്കുന്ന മനസ്സ് സ്റ്റഡി ആവാൻ സാധിക്കില്ല. കാരണം the external world is ever changing world. Every moment it is changing. Then we get that quality. But there is something never changing in this cosmos, not in cosmos, behind the cosmos, that is Atma. Appo vritti sarubhyam idaratra. Other times we identify with the thought waves. Then next question varum, enduttanu vritti? Vritti ennu vechal pravritti. Pravritti ennu vechal action. The action of the mind or modification of mind. Vrittaya panchadaya klishta klishta. Klishta aklishta. Vrittaya, mental modifications are panchadaya, 5 kinds. Klishta and aklishta. Klishta, painful, something not giving happiness, and aklishta, something not painful. പക്ഷെ അവിടെ ഹാപ്പിനെസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ദുഃഖവും സന്തോഷവും തരുന്ന അല്ല പറഞ്ഞിട്ടുള്ളത്, ദുഃഖം തരുന്നതും ദുഃഖം അല്ലാത്തതും. അഞ്ച് തരത്തിലുള്ള മെന്റൽ മോഡിഫിക്കേഷൻ ഓർ തോട്ട്സ്. ഈ അഞ്ചും ക്ലിഷ്ടം ആയതുകൊണ്ട് അക്ലിഷ്ടമായതുണ്ട്. നമ്മളിവിടെ യോഗ പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. ഒരു ആശ്രമത്തിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് നമ്മളിവിടെ ആർഷയോഗയിൽ ഫോളോ ചെയ്യുന്നത്. പലപ്പോഴും ഒരു ആശ്രമങ്ങൾ കാണുന്നേക്കാളും സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യാറുണ്ട്. കാരണം ഇവിടെ യോഗ ക്ലാസ്സുകളൊക്കെ വരുമ്പോൾ ഹഠയോഗ എന്ന് പറയുമ്പോൾ വളരെ ഡിസിപ്ലിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റു യോഗ പോലെയല്ല. ജ്ഞാനയോഗയോ കർമ്മയോഗ പോലെയല്ല, വളരെ ഡിസിപ്ലിൻ ആവശ്യം. അപ്പോ യോഗ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അധികം എരിവും പുളിയൊന്നും ഇല്ലാത്ത നോൺ സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. ഇവിടെ ഒന്ന് താമസിച്ച് പഠിക്കുന്നവർക്ക് അങ്ങനത്തെ ഫുഡാണ് കൊടുക്കാറുള്ളത്. ഞങ്ങളും അങ്ങനത്തെ കഴിക്കാറുള്ളത്. ഇനി ഇവിടെ ഗസ്റ്റ് ഇല്ലാത്ത സമയത്തും നമ്മൾ സാത്വികമായ എരിവും പുളിയും കുറവുള്ള ഭക്ഷണം ഉണ്ടാക്കാറ്. അതിന് വേറൊരു കാരണം കൂടി ഉണ്ട്. മീരയ്ക്ക് എരിവ് കഴിക്കാൻ സാധിക്കില്ല. കാരണം വെസ്റ്റില് എരിവുള്ള ഭക്ഷണം, സ്പൈസി ഫുഡ് കഴിക്കാറില്ല എന്നുള്ളതാണ്. അപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പോ അവിടെ നിന്ന് എരിവുള്ള ഭക്ഷണം കിട്ടും. അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ പോകേണ്ട, യാത്രക്കിടയിൽ പോകേണ്ട വന്നാൽ എരിവുള്ള ഭക്ഷണം കിട്ടുമ്പോൾ ഐ എം ഹാപ്പി. ഭയങ്കര സന്തോഷം നൽകുന്ന. അത്ര നമ്മൾ കേരളത്തിൽ ഉപയോഗിക്കുന്ന എരിവ് എനിക്ക് ഇപ്പൊ ഉപയോഗിക്കാൻ പറ്റില്ല ശീലം കൊണ്ട്. എന്നാൽ കുറച്ചും കൂടി എരിവുള്ള ഭക്ഷണം കിട്ടുമ്പോൾ വളരെ സന്തോഷമാണ്. അതെനിക്ക് അക്ലിഷ്ടമാണ്, ദുഃഖം നൽകുന്നതല്ല. അതേസമയം ഈ ഭക്ഷണം വായിൽ വെച്ച് അവിടെ ഇരുന്ന് കരയുന്നുണ്ടായിരിക്കും മീര, കണ്ണീന്ന് വെള്ളം വരുന്നുണ്ടായിരിക്കും, എരിവ് സഹിക്കുക ഇയാൾക്ക്. ആ വ്യക്തിക്ക് അത് ക്ലിഷ്ടമാണ്. അപ്പൊ ഒരേ സംഗതി തന്നെ ഒരു വ്യക്തിക്ക് അത് ക്ലിഷ്ടമാണെങ്കിൽ വേറൊരു വ്യക്തിക്ക് ദുഃഖം നൽകുന്നതായിരിക്കണമെന്നില്ല. അപ്പൊ 5 തരം മെന്റൽ മോഡിഫിക്കേഷൻ. And sometimes this is klishtam, giving pain. Sometimes it is not giving pain. എന്തൊക്കെയാണ് ഈ 5 മോഡിഫിക്കേഷൻ? 5 kinds of thoughts. പ്രമാണ, വിപര്യ, വികൽപ, നിദ്ര, സ്മൃതയ. പ്രമാണം, റൈറ്റ് നോളേജ്. വിപര്യം, റോങ് നോളേജ്. വികല്പം, ഇല്ലാത്ത ഒന്നുണ്ടെന്ന് കരുതുന്ന അറിവ്. നിദ്ര, ചിന്തകളില്ലാത്ത ഉറക്കം എന്ന് പറയുന്നൊരവസ്ഥ, സ്ലീപ്പ്. സ്മൃതയ, മെമ്മറി. ഇതാണ് 5 ടൈപ്പ് thought modifications we have. Then Yoga Sutra is explaining 5 modifications separately. എന്താണ് പ്രമാണം?
പ്രത്യക്ഷാനുമാനാഗമാ പ്രമാണാനി. The direct, the true knowledge. പ്രമാണം നമ്മൾ മലയാളത്തിൽ വളരെ ഉപയോഗിക്കാറുള്ളതാണ്. എന്താണ് പ്രമാണം? ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ എന്താണ് പ്രമാണം, എന്താണ് അത് ശരിയായ നോളജ് ആണെന്ന് പറയാൻ കാരണം എന്താണെന്നാണ് അതിനർത്ഥം. എന്താണ് പ്രമാണം എന്ന് ചോദിക്കുന്നത്. അപ്പൊ ട്രൂ നോളജ് വി ക്യാൻ ഗെറ്റ് ഇൻ 3 ways. പ്രത്യക്ഷം, ഡയറക്റ്റ് എക്സ്പീരിയൻസ്. തീ ചൂടുള്ളതാണ്, ഫയർ ഈസ് ഹോട്ട്. നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്ന് ചോദിച്ചാൽ നമുക്ക് സാധാരണഗതിയിൽ എല്ലാവർക്കും അറിയാം, നേരിട്ടുള്ള അനുഭവമാണ് തീ ചൂടുള്ളതാണെന്ന്. നമ്മൾ കൈ കൊള്ളാത്തവർ ഉണ്ടാവില്ല. റൈറ്റ് നോളജ് ക്യാൻ ഗെറ്റ് ഫ്രം ഡയറക്റ്റ് പെർസെപ്ഷൻ വിത്ത് ഡയറക്റ്റ് എക്സ്പീരിയൻസ്. അനുമാനം, ഇൻഫറൻസ്, സാഹചര്യത്തിൽ നിന്ന് നമ്മൾ അനുമാനിക്കുകയാണ്. വി ആർ ഗസ്സിംഗ്, not guessing, we are reaching in a conclusion from the situation. When we see a smoke in other side of the wall in our neighbor land, we assume there is a fire. അല്ലെ, ഒരു പുക വരുന്ന കാണുമ്പോൾ അവിടെ തീയുണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. ഇൻഫറൻസ്. നേരിട്ട് അനുഭവം ഇല്ലെങ്കിലും നമുക്ക് ഇൻഫറൻസിലൂടെ നമുക്ക് അത് ഒരു ട്രൂ നോളജ് നമുക്ക് കിട്ടാം. ആൻഡ് തേർഡ് വൺ ഈസ് ആഗമ, സ്ക്രിപ്ചറൽ ടെസ്റ്റിമോണി. സമാധി എന്നൊരു അവസ്ഥ, അത് അങ്ങനെ ഒന്നുണ്ട് എന്ന് നമുക്ക് അനുഭവിച്ചറിയാൻ എളുപ്പമല്ല, ഊഹിച്ചെടുക്കാനും എളുപ്പമല്ല. പക്ഷെ ഗ്രന്ഥങ്ങൾ, അടിസ്ഥാന ഗ്രന്ഥങ്ങൾ, ഋഷിമാരുടെ ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും പുസ്തകം വായിച്ചാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റണമെന്നില്ല. പക്ഷെ ഋഷിമാർ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ നമുക്ക് വിശ്വസിച്ചേ തീരും. എന്തുകൊണ്ടെന്നാൽ ദ എക്സ്പീരിയൻസ് ദ ട്രൂത്ത്. അത് നമുക്ക് എങ്ങനെ അറിയാം? ഫ്രം ദെയർ അപ്രോച്ച്. They don't want even mention their name in their scripture. നോക്കൂ, പതഞ്ജലി ഞാൻ യോഗ പറഞ്ഞുതരാമെന്ന് അഹങ്കാരത്തോടുകൂടി പറയല്ല ചെയ്തത്. റീഇൻസ്ട്രക്ട്, ഞാനായിട്ട് ഇത് കണ്ടുപിടിച്ചതോ എനിക്ക് വെളിപാടിലൂടെ ഉണ്ടായതോ ദൈവം നേരിട്ട് എന്നെ അപ്പോയിന്റ് ചെയ്തതോ ഒന്നല്ല. ഇത് ഓൾറെഡി ഉള്ള കാര്യമാണ്. അതിപ്പോൾ വേണ്ട രീതിയിൽ വ്യാഖ്യാനിച്ച് പ്രചാരത്തിലില്ലാത്തത് കൊണ്ട് ഐ റീഇൻസ്ട്രക്ട്, ഞാനത് വീണ്ടും ഒന്ന് ചിട്ടപ്പെടുത്തി തരുന്നു, അത്രേ ഉള്ളൂ. സ്വന്തം പേര് പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല, തന്റെ ഡിഗ്രി അവിടെ വെളിപ്പെടുത്തിയിട്ടില്ല, തന്റെ ഗുണഗണങ്ങൾ അവിടെ വെളിപ്പെടുത്തിയിട്ടില്ല, തന്റെ ബയോഡാറ്റ, എവിടെ ജനിച്ചു, തന്റെ അച്ഛനമ്മമാരും, ഇതൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. പിന്നെ നമുക്ക് എങ്ങനെ അറിയാം ഇത് പതഞ്ജലിയാണ് എഴുതിയെന്നുള്ളത്? അത് കണ്ടുപിടിക്കാൻ നമുക്ക് മാർഗമുണ്ട്. സാധാരണ ഗുരുക്കന്മാരെ പ്രകീർത്തിക്കുന്ന ഒരു ഭാഗം ഉണ്ടായിരിക്കും തുടക്കത്തിൽ. എന്റെ ഗുരു ഇന്ന ആളെ ഞാൻ സ്മരിക്കുന്നു, കൈകൂപ്പുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, ഓക്കെ, ആ ഗുരുവിന്റെ ജീവിച്ചിരുന്ന കാലഘട്ടത്തോലോ അതിന് തൊട്ട് ശേഷമോ ആയിരിക്കും ഇദ്ദേഹം ജീവിച്ചിരുന്നിട്ടുണ്ടായിരിക്കാം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പതഞ്ജലിയുടെ കാര്യത്തിൽ അതുമില്ല. സൂത്രരൂപത്തിൽ എഴുതുമ്പോൾ അവർ ഗുരുക്കന്മാരെ പേരും എഴുതാറില്ല. അതുകൊണ്ടാണ് പതഞ്ജലിയുടെ കാലഘട്ടം അത്ര പഴക്കമുള്ളതല്ലാതായിരുന്നിട്ട് പോലും നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റാത്തത്. ഏകദേശം ഒരു 2000 വർഷങ്ങൾക്ക് മുമ്പെന്നേ പറയാൻ സാധിക്കുന്നുള്ളൂ. ഈ സൂത്രരൂപത്തിലുള്ള ലിറ്ററേച്ചർ വന്നൊരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടം നോക്കിയിട്ടാണ് നമ്മൾ പതഞ്ജലിയുടെ ഒരു കാലഘട്ടം നമ്മൾ ഏകദേശം ഗണിക്കുന്നത്. അതുപോലെ പല മെത്തേഡുകളുണ്ട് ആരാണ് ഈ ഗ്രന്ഥം എഴുതിയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഇവരാരും സ്വന്തം പേര് വെളിപ്പെടുത്തിയിട്ടില്ല. ഞാൻ ചെറുപ്പത്തിലൊക്കെ ഒരു പുസ്തകം ഒക്കെ ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്തുള്ള പുസ്തകത്തിൽ അത് ആരാണ് എഴുതിയെന്ന് അറിയണമെങ്കിൽ ഉള്ളിലത്തെ പേജിൽ, പുറം പേജിൽ പുസ്തകത്തിന്റെ പേരായിരിക്കും, ഗ്രന്ഥകാരന്റെ പേരുണ്ടാവാറില്ല. പിന്നെ ഉള്ളിലത്തെ പേജ് എടുക്കുമ്പോൾ വീണ്ടും ഗ്രന്ഥത്തിന്റെ പേര് വലുതാക്കി എഴുതിയിട്ടുണ്ടായിരിക്കും. താഴെ
ചെറുതായിട്ട് ഗ്രന്ഥകാരന്റെ പേര് എഴുതിയിട്ടുണ്ടായിരിക്കും. അതേസമയം വെസ്റ്റ് നിന്നുള്ള ഒരു പുസ്തകമാണെങ്കിൽ ഗ്രന്ഥകാരന്റെ പേര് വലുതാക്കി എഴുതിയിട്ടുണ്ടായിരിക്കും. ഗ്രന്ഥത്തിന്റെ വിഷയം ചെറുതായിട്ടൊരു കോർണറിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ഇന്ത്യയിൽ അങ്ങനെ വന്നു. പ്രത്യേകിച്ച് ബുക്കർ പ്രൈസ് ഒക്കെ കിട്ടിയ വ്യക്തികളാണെങ്കിൽ ആ വെസ്റ്റേൺ അപ്രോച്ച് അതിലുണ്ടായിരിക്കും. ഗ്രന്ഥകാരന്റെ പേര് വലുതാക്കി ഫ്രണ്ട് പേജിൽ എഴുതും, വിഷയം എവിടെയെങ്കിലും ഒരു കോർണറിൽ എഴുതിയിരിക്കുക. ആത്മസാക്ഷാത്കാരം ലഭിച്ചവരാണ് അവർ. ഒരിക്കലും ഒരു സ്വാർത്ഥ താല്പര്യത്തോടു കൂടി ഈ വിഷയം സബ്മിറ്റ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അവർ സത്യസന്ധമായി സത്യമായ അനുഭവിച്ച നോളജ് അത് എങ്ങനെ പ്രസന്റ് ചെയ്താലാണോ സമൂഹത്തിന് ഗുണം വരാം ആ രീതിയിൽ അവർ പ്രസന്റ് ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം ഗ്രന്ഥങ്ങളെ വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കാവുന്ന ഒരു സോഴ്സിൽ നിന്ന്, ഫ്രം എ റിലയബിൾ സോഴ്സ്, വി ക്യാൻ ഗെറ്റ് ദ റൈറ്റ് നോളജ്. ഇന്നത്തെ കാലത്ത് യോഗയെ പറ്റി അറിയണമെങ്കിൽ ഏറ്റവും വിശ്വസിക്കാവുന്ന ഒരു സോഴ്സ് ഈ വൈദിക കാലഘട്ടത്തിലെ ഗ്രന്ഥങ്ങളാണ് എന്നാണ് നമുക്ക് ഇപ്പൊ എളുപ്പത്തിൽ ചിന്തിക്കാൻ പറ്റുക. അപ്പൊ 3 തരത്തിൽ നമുക്ക് നോളജ് കിട്ടാം. പ്രത്യക്ഷം, ദ ഡയറക്റ്റ് പെർസെപ്ഷൻ; അനുമാനം, ദ ഇൻഫറൻസ്; and the agama, the scriptural testimony, either from the scripture or from the guru. അപ്പൊ അതാണ് ഡയറക്റ്റ് നോളജ്, ട്രൂ നോളജ്. രണ്ടാമത്തെ എന്താണ്? വിപര്യം. വിപര്യോ മിഥ്യാജ്ഞാനമതദ്രൂപ പ്രതിഷ്ഠം. Wrong knowledge is the knowledge which is false and not based upon the true nature of its object. ഒരു വസ്തുവിനെ കുറിച്ച് തെറ്റായ അറിവ്. നിങ്ങൾ ചിലവർക്കൊക്കെ ഇങ്ങനെ ഒരു തെറ്റായ ഒരു അറിവുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നെ ഗുരു എന്ന് വിളിക്കുമ്പോൾ ചിലവർക്ക് അങ്ങനെ അഭിസംബോധന ചെയ്യാറുണ്ട്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ദയവ് ചെയ്ത് ആ പേര് എന്നെ വിളിക്കല്ലേ. ശരിക്കും സ്ട്രിക്റ്റ് ആയിട്ട് അത് പാടില്ല എന്ന് പറയാനുള്ള അവകാശം എനിക്കില്ല. കാരണം ഗുരു എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയേക്കാൾ ഉപരി ഒരു ശിഷ്യന്റെ മനസ്സിലുള്ള ഒരു കൺസെപ്റ്റാണ്. ഒരു മണ്ടനെ പോലും നിങ്ങൾക്ക് ഗുരു എന്ന രീതിയിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ മണ്ടനിൽ നിന്ന് അറിവ് കിട്ടും. ഒരു ഗുരുവിന്റെ അറിവല്ല ഒരു വിദ്യ അഭ്യാസത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. ശിഷ്യന്റെ ശിഷ്യത്വ ഭാവമാണ്. ഞാൻ എന്ത് മണ്ടത്തരം പറഞ്ഞോട്ടെ യോഗസൂത്രയിൽ, നിങ്ങൾ എന്നിൽ പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ അത് മനസ്സിലാക്കാൻ ശ്രമിക്കും. നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ബൈഹാർട്ട് പഠിക്കലല്ല, അത് ആദ്യം ഓർക്കണം. നമ്മുടെ ബുദ്ധി, നമ്മുടെ ഇന്റലക്ട് ഉപയോഗിച്ച് അതിനെ കൺവിൻസ് ചെയ്യാതെ ഒരു നോളജ് നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. ഗുരു പറഞ്ഞതിന്റെ പേരിൽ സ്വീകരിക്കാൻ പാടില്ല. അപ്പൊ നിങ്ങൾ എന്നെ വിശ്വസിച്ച് ഗുരുവായി കണ്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഞാൻ മണ്ടത്തരം പറഞ്ഞാലും നിങ്ങൾ അത് ആലോചിച്ചിട്ട് നിങ്ങളുടെ ബുദ്ധിക്ക് ബോധ്യം വരാണ്ടാവുമ്പോൾ നിങ്ങൾ വീണ്ടും വീണ്ടും ചിന്തിക്കും. എന്തായാലും ഗുരു പറഞ്ഞത് തെറ്റാൻ സാധ്യത, കാരണം നിങ്ങൾക്ക് അത്ര വിശ്വാസമാണ് ഗുരുവിൽ. അപ്പൊ പിന്നെ ഞാൻ മനസ്സിലാക്കിയല്ല തെറ്റായിരിക്കാം. അപ്പൊ വീണ്ടും വീണ്ടും പല ആംഗിളിൽ നിന്ന് ചിന്തിച്ച് 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 അവസാനം നിങ്ങൾക്ക് ട്രൂ നോളജ് കിട്ടും. അപ്പൊ ഞാൻ മണ്ടനാണെങ്കിലും നിങ്ങളിൽ ഗുരുത്വം ഉണ്ടെങ്കിൽ, ഗുരുത്വം ഗുരു നൽകേണ്ടതല്ല, നിങ്ങൾ ഉണ്ടാക്കേണ്ടതാണ്, നിങ്ങൾക്ക് ശരിയായ അറിവ് ലഭിച്ചിരിക്കും. അപ്പൊ നിങ്ങൾ എങ്ങനെ പരീക്ഷ തോറ്റ എന്നെ കുറ്റം പറയണ്ടെന്നാണ് ഞാൻ ചുരുക്കി പറഞ്ഞാൽ അതിന്റെ അർത്ഥം. ശിഷ്യത്വ ഭാവത്തിനാണ് പ്രാധാന്യം. നിങ്ങൾ പരീക്ഷ തോറ്റാൽ ശിഷ്യത്വ ഭാവം, ഗുരുവിനെ കുറ്റം പറയണ്ട. അപ്പൊ വിപര്യം, തെറ്റായ ഒരു നോളജ് ഉള്ള സംഗതിയാണ്, പക്ഷെ അതിനെക്കുറിച്ച് തെറ്റായ അറിവാണ് വിപര്യം. അതാണ് വിപര്യം. ഇനി വികൽപ്പം. ശബ്ദ ജ്ഞാനാനുപാതി വസ്തുശൂന്യോ വികൽപഃ. വെർബൽ delusion arise when words do not correspond to the reality. നമുക്ക് ചില വെർബൽ
ഡിലൂഷൻ. നമ്മളിങ്ങനെ ഒരു സംഗതി കേട്ടിട്ടുണ്ട്, അത് വിശ്വസിക്കുന്നു. എന്നാൽ അങ്ങനെ ഒന്നേ ഇല്ല. ഇപ്പൊ എന്നെ നിങ്ങൾ ഗുരു എന്ന് വിളിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരാൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്, അത് സത്യമാണ്. പക്ഷെ ആ വ്യക്തിയെ കുറിച്ചുള്ള അറിവിലായിരിക്കാം നിങ്ങൾക്ക് ഡിലൂഷൻ ഉണ്ടാവാം. ഡിലൂഷൻ അല്ല, ഒരു ഉള്ള സംഗതിയെ കുറിച്ച് തെറ്റായ ഒരു അറിവാണ് നേരത്തെ പറഞ്ഞത്. ഇത് അങ്ങനെയല്ല, ഇല്ലാത്തൊരു വസ്തു. യൂണിക്കോൺ. യൂണിക്കോൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആകാശത്തോടെ പറക്കുന്ന ഒരു കുതിര, അതിന് കൊമ്പുണ്ട്. ഇല്ലാത്തൊരു സംഗതിയെ ഉണ്ടെന്ന് കരുതുന്നു. പ്രേതം, മരിച്ചവർ ഇഷ്ടപ്പെട്ടവരുടെ അടുത്തേക്ക് വരും, എന്നിട്ട് അവരെ ശല്യം ചെയ്യും. പ്രേതം ആരടുത്തേക്കാ വരുന്നത്? നമ്മുടെയൊക്കെ അറിവിലുള്ള പ്രേതം വേണ്ടപ്പെട്ടവരുടെ അടുത്തേക്ക് വരാം. നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മുടെ അടുത്തേക്ക് വന്ന് നമ്മളെന്തിനു ഭയക്കുന്നത്? ഇല്ലാത്തൊരു സംഗതി. മരിച്ചുപോയവർ ശരീരം കൂടാതെ തിരിച്ചു വരുന്നുള്ളത് ഒരു ഗ്രന്ഥങ്ങളും പറഞ്ഞിട്ടില്ല, ഒരു അടിസ്ഥാന ഗ്രന്ഥങ്ങളിലും ഒരു ഋഷിമാരും പറഞ്ഞിട്ടില്ല. അതാണ് വെർബൽ ഡിലൂഷൻ, വികല്പം. അഭാവ പ്രത്യയാലംബാന വൃത്തി നിദ്ര. സ്ലീപ്, നിദ്ര is a wave of thought about nothingness. നമ്മുടെ മനസ്സ് അവിടെ ഉണ്ട്, നമ്മുടെ ഉറക്കത്തിൽ. പക്ഷെ അതില് യാതൊരു വിധത്തിലുള്ള തോട്ട്സും ഇല്ല. സമാധിയിലും തോട്ട്സ് ഇല്ല, ഉറക്കത്തിലും തോട്ട്സ് ഇല്ല. ഉറക്കം എന്ന് പറയുമ്പോൾ ഇവിടെ ഡീപ് സ്ലീപ്പ് സ്റ്റേജ് ആണ്. നമ്മൾ ഉറങ്ങുമ്പോൾ 5-8 മണിക്കൂറൊക്കെ ഉറങ്ങുമ്പോൾ അതിൽ ഏതാണ്ട് ഒരു 1-1.5 മണിക്കൂറിൽ കൂടുതൽ ഡീപ് സ്ലീപ്പ് ഇല്ല. അതിനെയാണ് സ്ലീപ്പ് എന്ന് വിളിക്കേണ്ടത്. ബാക്കിയുള്ള 5-6 മണിക്കൂറും ഡ്രീം സ്റ്റേജ് ആണ്. അപ്പൊ ഡീപ് സ്ലീപ്പ് സ്റ്റേജിൽ തോട്ട്സ് ഇല്ല, സമാധിയിലും തോട്ട്സ് ഇല്ല. പക്ഷെ സമാധിയിൽ എന്താ സംഭവിക്കുന്ന? ദ സീർ അബൈഡ് ഹിംസെൽഫ്. നമ്മുടെ സീർ, അനുഭവസ്ഥൻ, അനുഭവിക്കുന്നവൻ അവന്റെ ആത്മാവിൽ സ്ഥിതി ചെയ്യാണ് സമാധിയിൽ. ഇവിടെ അങ്ങനെയല്ല, ആത്മാവിലില്ല പുറം ലോകത്തും ഇല്ലാത്തൊരവസ്ഥ. അതാണ് സ്ലീപ്പ്. അനുഭൂത വിഷയ സംഭ്രമോഷ സ്മൃതി. അനുഭൂത വിഷയ, അനുഭവിച്ച വിഷയങ്ങൾ, മുൻപ് നമ്മൾ അനുഭവിച്ച വിഷയങ്ങൾ. സംഭ്രമോഷ, അത് വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ അതിനെ സ്മൃതി എന്ന് പറയും. മെമ്മറി ഈസ് വെൻ പെർസീവ്ഡ് ഒബ്ജക്ട്സ് ആർ നോട്ട് ഫോർഗോട്ടൻ ബട്ട് കം ബാക്ക് ടു ദ കോൺഷ്യസ്നസ്, ദാറ്റ്സ് സ്മൃതി. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ സ്വപ്നാവസ്ഥയും സ്മൃതി തന്നെയാണ്, ഡ്രീം സ്റ്റേജും സ്മൃതി തന്നെയാണ്. നമ്മൾ അനുഭവിക്കാത്തൊരു കാര്യം സ്വപ്നത്തിൽ കാണാൻ സാധിക്കില്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മൾ ചിലപ്പോൾ നമ്മുടെ ബോസിനെ തല്ലുന്നതൊക്കെ ആയിട്ട് നമ്മൾ സ്വപ്നം കാണാറുണ്ട്. അപ്പൊ നമ്മൾ ചോദിക്കും, നമ്മളത് അനുഭവിച്ചിട്ടില്ലല്ലോ, അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് ചോദിക്കാം. പക്ഷെ ഈ സ്വപ്നത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ചില കുട്ടികളുടെ പുസ്തകത്തിലൊക്കെ ഉണ്ടാവില്ലേ, ചില മൃഗങ്ങള്, ജിറാഫിന്റെ കഴുത്ത്, കുരങ്ങിന്റെ തല, ആനയുടെ ശരീരം, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇല്ലേ, അതേപോലത്തെ ഒരു കൊളാഷാണ് നമ്മുടെ സ്വപ്നങ്ങൾ. നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ, നമുക്ക് ആഗ്രഹം ഉണ്ടാവും, നമ്മുടെ ബോസിനിട്ട് 2 പൊട്ടിക്കണം എന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനുള്ള ധൈര്യം നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ അത് സ്വപ്നത്തിൽ കൂടെ സാക്ഷാത്കരിക്കും. ബോസിനെ നമുക്കറിയാം, തല്ലലെന്താണെന്ന് നമുക്കറിയാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് ഒരു കൊളാഷ് ഉണ്ടാക്കിയിട്ട് നമ്മൾ സ്വപ്നത്തിൽ അനുഭവിക്കുകയാണ്. പക്ഷെ മുമ്പ് അനുഭവിക്കാത്ത ഒരു കാര്യം സ്വപ്നത്തിൽ വരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ സ്വപ്നം ഒരു നിലയ്ക്ക് സ്മൃതിയാണ്. അപ്പോ 5 തരം വൃത്തികൾ എന്താണെന്ന് മനസ്സിലായി. ഇവ ക്ലിഷ്ട, നമ്മളെയൊക്കെ ദുഃഖം തരുന്നവയുണ്ട്, ദുഃഖം തരാത്തവയുണ്ട്. ഒരു ട്രൂ നോളജ്,
അത് ചിലപ്പോ ചില സത്യം നമുക്ക് ദുഃഖം നൽകുന്നതായിരിക്കും, ചിലവർക്ക് അത് സന്തോഷം നൽകും. അതുപോലെ തെറ്റായ നോളജ് സന്തോഷം നൽകുന്നുണ്ടാവാം, സന്തോഷം നൽകാത്തതുണ്ടാവാം. വികല്പം, ഇല്ലാത്തൊരു വസ്തുവിനെ കുറിച്ചുള്ള അറിവ് സന്തോഷം നൽകുന്നതുണ്ടാവാം, ഇല്ലാത്തതുണ്ടാവാം. സ്ലീപ്പ്, അത് സന്തോഷം നൽകുന്നുണ്ടാവാം, അല്ലാത്ത ഇതുണ്ടാവാം. എഴുന്നേറ്റ് കഴിയുമ്പോഴായിരിക്കും ഉറങ്ങി കഴിയുന്നതിനുള്ള ദുഃഖം തോന്നാം. കാലത്ത് എഴുന്നേറ്റ് ക്ലാസ്സിന് വരണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മൾ വീണ്ടും ഉറങ്ങിപ്പോവും. അത് കഴിഞ്ഞ് ഉണരുമ്പോ ആ ഉറങ്ങിപ്പോയൊരു ദുഃഖം നമുക്ക് തോന്നാം. സ്മൃതി, ഓർമ്മകൾ നമുക്ക് ദുഃഖം നൽകുന്നു, ദുഃഖം നൽകാത്തവയുണ്ടാവാം. അഭ്യാസ വൈരാഗ്യാഭ്യാം തന്നിരോധഃ. യോഗശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള അഭ്യാസങ്ങളും വൈരാഗ്യം, നോൺ അറ്റാച്ച്മെന്റും ആണ് എന്തിനുള്ള മാർഗം? ചിത്തവൃത്തി നിരോധിക്കാനുള്ള. ഫോർ കൺട്രോളിങ് അവർ mental modification, the solution is do the abhyasa, the practices recommended by the rishis, gurus, and practice the non-attachment. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വെറുപ്പ് എന്നല്ല കേട്ടോ അർത്ഥം. മലയാളത്തിൽ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വെറുപ്പ് എന്നാണ് അർത്ഥം. നോൺ അറ്റാച്ച്മെന്റ്, നമുക്കൊരു കാര്യത്തിനോട് അറ്റാച്ച്മെന്റ് ഇല്ലെങ്കിൽ നമ്മൾ ആ സംഗതിയെ ശ്രദ്ധിക്കാറേയില്ല. നിങ്ങളിപ്പോ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ നിങ്ങളുടെ മുകളിൽ കൂടെ ഒരു കാക്ക പോയിന്ന് വെക്കാം. അത് പോയതിനു ശേഷം നിങ്ങളോട് ഒരു കാക്ക ഇതിലെ പറന്നു പോയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ കണ്ടില്ല എന്ന് പറയുള്ളൂ. കാരണം നിങ്ങൾക്ക് അതിനോട് യാതൊരു താല്പര്യവും ഇല്ല. അതേസമയം ഒരു മയിലാണ് പറന്നു പോയെന്നുണ്ടെങ്കിലോ, നമ്മുടെ നാട്ടിൽ മയിലുകൾ ഇല്ല. ഇവിടെ ഇടയ്ക്കിട്ടൊരു മയിൽ വരാറുണ്ട് ആർഷയൊക്കെ, അപൂർവമായിട്ട് വരുന്നതാണ്. ഈ ഭാഗത്ത് മയിലുകൾ ഇല്ല. ഈ ഭാഗത്ത് മയിൽ വന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്കോളജിക്ക് ഒരു അപകടമാണെന്നാണ് അർത്ഥം. ഡ്രൈ ആയുള്ള കാലാവസ്ഥയിലെ മയിൽ വളരുള്ളൂ. കാലാവസ്ഥ മാറുന്നതിനുള്ള ഒരു ലക്ഷണം കൂടിയാണ്. പക്ഷെ മയില് ഇല്ലാത്തൊരു സംഗതി കാണുമ്പോൾ നമുക്ക് അതിനോട് താല്പര്യം ഉണ്ടാവും. നമ്മൾ വൈരാഗ്യം എന്ന് പറയുന്നത്, എനിക്ക് എൻ്റെ അയൽക്കാരനോട് വൈരാഗ്യം ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഏത് സമയം അയാളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. കാരണം നമുക്ക് അയാളെ വെറുപ്പാണ്. ഈ വെറുപ്പിനാണ് നമ്മൾ വൈരാഗ്യം എന്ന് പറയുന്നത് സാധാരണ ഭാഷയിൽ. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. നോൺ അറ്റാച്ച്മെന്റ്. യോഗയിലെ സാധനയും അതോടൊപ്പം തന്നെ നോൺ അറ്റാച്ച്മെന്റും പ്രാക്ടീസ് ചെയ്യണം. ചില ആൾക്കാർ തടി കുറയ്ക്കാൻ വേണ്ടി ഫാസ്റ്റിംഗ് ചെയ്യും, എന്നിട്ട് ഭക്ഷണത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇതെന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണത്തിനോടുള്ള നമ്മുടെ പ്രാണശരീരത്തിന്റെ അറ്റാച്ച്മെന്റ് കൂടി വരും. എന്നിട്ട് കുറച്ചു കാലം ഫാസ്റ്റ് ചെയ്തിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ ആ ഒരാഴ്ച ഫാസ്റ്റ് ചെയ്തതിന്റെ ഇരട്ടി കഴിക്കും. അത്രയൊന്നും കഴിക്കേണ്ട കാര്യമില്ല, കുറച്ച് കഴിച്ചാൽ മതി. ഈ കാലം കൊണ്ട് നമ്മുടെ പ്രാണശരീരത്തിന് ഈ ഫുഡിനോട് ഉണ്ടായിട്ടുള്ള അറ്റാച്ച്മെന്റ് മാത്രം മതി. അത് കഴിഞ്ഞ് കുറച്ച് ഭക്ഷണം കഴിച്ചാലും തടി വരാൻ. അപ്പൊ വൈരാഗ്യം കൂടി നോൺ അറ്റാച്ച്മെന്റും കൂടി പ്രാക്ടീസ് ചെയ്താലേ കാര്യമുള്ളൂ. തത്ര സ്ഥിതൗ യത്നോ അഭ്യാസഃ. എന്താണ് പ്രാക്ടീസ്? Practice is the repeated effort to follow the disciplines which give permanent control of the thought waves of the mind. മനസ്സിലെ ചിന്തകളെ നിയന്ത്രിക്കാനുള്ള ആ നിരന്തരമായ ശ്രമം, അതിനു വേണ്ടിയുള്ള ഡിസിപ്ലിൻ. ഒരു വർഷം യോഗ ചെയ്തു എന്ന് പറയുമ്പോൾ 365 ദിവസവും അതിൽ ഉൾപ്പെട്ടിരിക്കണം. അതിനിടയ്ക്ക് ഒരു ദിവസം മിസ്സായിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് അഭ്യാസം എന്ന് പറയാൻ പറ്റില്ല. അഭ്യാസം എന്ന് പറയുമ്പോൾ ഒരു തപസ് ചെയ്യുന്ന പോലെ ഇന്റൻസ് ഡിസയറോടുകൂടി ആയിരിക്കണം. വിത്തൗട്ട് എനി ബ്രേക്ക്, വിത്ത് ഫുൾ മീനിങ്. എന്താണോ ഉദ്ദേശിച്ചിട്ടുള്ളത് അതേ അർത്ഥത്തിൽ ദൃഢനിശ്ചയത്തോടുകൂടി ഒരു വിധത്തിലും മുടക്കം വരാതെ ചെയ്യുമ്പോഴാണ് അതിന് അഭ്യാസം എന്ന് പറയുന്നത്.
അങ്ങനെ അഭ്യാസം ചെയ്യുമ്പോൾ സതു ദീർഘകാല നൈരന്തര്യ സത്കാര സേവിതോ ദൃഢഭൂമി. ദീർഘകാലം കുറെ കാലം ചെയ്യണം, ഒട്ടും മുടങ്ങാതെ, നിരന്തരം ഒട്ടും മുടങ്ങാതെ ആയിരിക്കണം. സത്കാര സേവിതോ, ഡിവോഷനോട് കൂടിയിട്ട്, ശുദ്ധമായ ഡിവോഷനോട് കൂടിയിട്ട് ചെയ്താൽ ദൃഢഭൂമി, നമ്മളെ സ്പിരിച്വാലിറ്റിയിൽ നമുക്കൊരു ബേസ്, ദൃഢഭൂമി ഉണ്ടാകും.